Good morning, students. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ലാസ്റ്റ് പോർഷനാണ്. ദാറ്റ് ഈസ് ഡ്യുവാലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം, നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഏത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എടുത്തു നോക്കിയാലും അത് റിലേറ്റഡ് ആയിട്ട് തന്നെ വേറൊരു പ്രോബ്ലവും അതിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയാണ്. നമ്മുടെ റിസോഴ്സസിൻ്റെ ലിമിറ്റേഷൻ അതിൽ കൺസ്ട്രെയിൻസ് ആയിട്ട് തന്നിരിക്കും. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുന്നത് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സ് വെച്ച് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രോബ്ലം, ആ ഒരു LPP നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതും അതിനൊരു അർത്ഥമുണ്ട്, അല്ലേ? അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു LPPയിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് തന്നെ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്നുള്ള ഒരു LPPയും കൂടി ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റഡ് റിസോഴ്സസ്, അതിൻ്റെ കോസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവും കൂടി ആ ഒരു LPPയിൽ നിന്ന് തന്നെ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു LPPയിൽ നിന്ന് വേറൊരു LPP ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെയാണ് നമ്മൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പം അതിനെ നമ്മൾ പ്രൈമൽ എന്ന് വിളിക്കുന്നു. അതിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന LPPയെ നമ്മൾ ഡ്യുവൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം എവറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് അസോസിയേറ്റഡ് വിത്ത് അനദർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കോൾഡ് ഡ്യുവൽ. ഒറിജിനൽ പ്രോബ്ലം ദാറ്റ് ഈസ് കോൾഡ് പ്രൈമൽ ആൻഡ് ദ ഡെറൈവ്ഡ് പ്രോബ്ലം ഫ്രം ദി പ്രൈമൽ ഈസ് കോൾഡ് ഡ്യുവൽ. മനസ്സിലായോ? അപ്പം ഡ്യുവൽ പ്രോബ്ലത്തിനെ നമുക്ക് ഈ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ തന്നെ ഒരു മിറർ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം മിനിമൈസേഷൻ ഓഫ് കോസ്റ്റും ആകാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആകാം പ്രൈമൽ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലെ എന്തുമാകാം. അപ്പം അതിൻ്റെ ഒരു മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോസ്റ്റ് മിനിമൈസ് ചെയ്യുകയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതാണ് പ്രൈമൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യുവലായിട്ട് നമുക്ക് മാക്സിമൈസേഷൻ ആയിരിക്കും വരിക, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൈമറിയിൽ നിന്നും നമ്മൾ ഡ്യുവലിൽ ഒരു LPP ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ സാധാരണ LPP സോൾവ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു പ്രൈമലിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഡ്യുവൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടിൻ്റെയും സൊല്യൂഷനും സെയിം ആയിരിക്കും. ദ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ വിച്ച് ഗീവ്സ് ദ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ഓൾസോ കണ്ടെയ്ൻസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഡ്യുവൽ. അപ്പം അതിനെയാണ് നമ്മൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ, ഒരു പ്രൈമലിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം, ഒപ്റ്റിമം സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡ്യുവലിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷനും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം സാധാരണയായിട്ട് ഞാൻ പറഞ്ഞു ഡ്യുവലിൻ്റെ ആണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൈമലിൽ നിന്നും ഡ്യുവല് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ചില സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആകും. Let's describe an example. That is, here given a primal. The question is we have to find out the dual of the primal. Primal എന്ന് പറയുന്നത് minimize z equal to 2x1 plus 3x2 subject to x1 plus x2 greater than or equal to 10, 2x1 plus 3x2 greater than or equal to 24, x1 x2 greater than or equal to 0. ഇതാണ് നമ്മുടെ ഗിവൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രൈമലാണ്. ഇതിൽ നിന്ന് നമ്മൾ ഡ്യുവൽ ഫൈൻഡ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ ദെൻ ദ ഡ്യുവൽ ഈസ് മിനിമൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. ഹിയർ ദ പ്രൈമൽ ഈസ് മിനിമൈസേഷൻ. അപ്പം മിനിമൈസേഷൻ ആണ് പ്രൈമൽ. അപ്പം നമ്മൾ ഡ്യുവൽ ഫൈൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമൈസേഷൻ ആയിട്ട് മാറുന്നു. അപ്പം നമ്മൾ ഡ്യുവല് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ മാക്സിമൈസ് Z എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മാക്സിമൈസ് Z. പിന്നെ വേറെ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അപ്പം ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. മിനിമൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം കൺസ്ട്രെയിൻസ്.
ഇനി മാക്സിമൈസേഷൻ ആണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അതായത് ഇപ്പം മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളുടെ കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് പിന്നെ കൂടുതലാകുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതാണല്ലോ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് വരേണ്ടത്. ഇനി മാക്സിമൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസ്ട്രെയിൻസ് വരേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാര്യം നമ്മുടെ റിസോഴ്സസിൻ്റെ ലിമിറ്റേഷനാണ് അവിടെ പിന്നെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അത്രയും റിസോഴ്സസേ ഉള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരേണ്ടത്. ഇനി അഥവാ നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ നമ്മൾ പിന്നെ ഇതിൻ്റെ സൈൻ മാറ്റി എഴുതണം. അപ്പം അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്കിനി അടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൈമറിയിൽ മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡ്യുവലിൽ മിനിമൈസേഷൻ ആയിരിക്കും. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ഓഫ് ദി കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമൽ ബിക്കം ദ കോഎഫിഷ്യൻസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി ഡ്യുവൽ ആൻഡ് വൈസ് വേഴ്സ. കോൺസ്റ്റൻസ് ഇൻ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിൻസ് ഇതാണ്. കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന കോൺസ്റ്റൻസ്. അപ്പം ഇൻ ദിസ് പ്രോബ്ലം ഹിയർ ഈസ് 10 and 24. 10 and 24 ആണ് നമുക്ക് നമ്മുടെ കൺസ്ട്രെയിൻസിൽ തന്നിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡ്യുവല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരേണ്ട ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ട കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രൈമറിൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിൻ്റെ പിന്നെ എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ഡ്യുവൽ എഴുതുമ്പോൾ മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്നത് 10ഉം 24ഉം ആണ്. അപ്പം ഇവിടെ ഈ പ്ലേസിൽ വരേണ്ടത് 10ഉം 24ഉം ആണ്. അപ്പം മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു, പിന്നെ ഇവിടെ x1 x2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യുവൽ എഴുതുമ്പോൾ നെക്സ്റ്റ് വേരിയബിളാണ് നമ്മൾ എടുക്കുന്നത്, അതായത് y1 y2 അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പം ഡ്യുവൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ x1ഉം x2 ഒക്കെ y1 y2 ആയി മാറുന്നു. അവിടെ നമ്മൾ പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കേണ്ടത് നമുക്ക് പ്രൈമറിൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന കോൺസ്റ്റൻസുകളാണ്. അപ്പം നമുക്ക് എങ്ങനെ വരും, നമ്മളുടെ ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരേണ്ടത് ഇങ്ങനെയാണ്. മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 10y1 പ്ലസ് 24y2 എന്നാകും. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ദ ട്രാൻസ്പോസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഇൻ ദി കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമൽ ഫോം ദി കോഎഫിഷ്യൻസ് ഫോർ ദി ഡ്യുവൽ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിൻസ് നമുക്ക് നമ്മുടെ പ്രൈമറിൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്യുവലിലോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് കോഎഫിഷ്യൻസിൻ്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ ഡ്യുവലിൽ എടുക്കുന്നത് എന്നാണ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്നതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനെ നമ്മളുടെ ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിനെ നമ്മൾ ഒരു മെട്രിക്സ് ആയിട്ട് ഫോം ചെയ്യാം. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ്, അതായത് ഇവിടെ 1 2 എന്നാവും. ദെൻ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ 1 3, അപ്പം 1 3 ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം ഇതാണ് റോ, ഇതാണ് കോളം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പിന്നെ ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ല, ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ് ആണ് നമുക്കിനി ഫോം ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ കോളം ആയിട്ട് വന്നിട്ടുള്ളത്, ഇവിടെ റോസ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ കോളമായി മാറുന്നു, കോളമായിട്ട് വന്നിട്ടുള്ളത് റോയായി മാറുന്നു. അതാണ് ട്രാൻസ്പോസ് of the coefficients in the constraints of primal form the coefficients for the dual. അപ്പം കോഎഫിഷ്യൻസിൻ്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡ്യുവലിൽ നമ്മൾ പിന്നെ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുമ്പോൾ വരേണ്ടത്. അപ്പോൾ ഹിയർ ദ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്കപ്പം ഇവിടെ x1ഉം x2 ഒക്കെ y1ഉം y2 ആയി മാറുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം ആണ്, 1ഉം 3ഉം ആണ്. അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ് നമ്മൾ ഫോം ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ, 1 2 ദെൻ 1 3 അങ്ങനെ നമ്മൾ എഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് കോളമായിട്ട് കിട്ടുമ്പോൾ, കോളമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 2ഉം 1ഉം 3ഉം ആണ്, 2 കോളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ഈ കോളമായിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ഡ്യുവൽ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസ് ആയിട്ട് ഫോം ചെയ്യേണ്ടത്
ഈ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഫിഗേഴ്സാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ റോ ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏതാണ്ടാണ് ഇങ്ങനെ 1ഉം 2 എന്ന് പറയുന്നത് കോളമായിട്ടാണ് വരുന്നത് പ്രൈമലിൽ. അപ്പം ഇത് പിന്നെ അടുത്ത നമ്മൾ ഡ്യുവൽ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആക്കേണ്ടത് ഈ കോളത്തിനെയാണ് നമ്മൾ ഒരു റോ ആക്കി മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മൾ y1 y2 വെച്ച് എഴുതുമ്പോൾ ഇതെങ്ങനെ വരും? y1 + 2y2 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്, ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻറ്റ് വരേണ്ടത്. ദെൻ ഡ്യുവലിൻ്റെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് വരേണ്ടത് y1 + 3y2 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ കോളമായിട്ടിരിക്കുന്നത് നമ്മളുടെ ഡ്യുവലിൽ പിന്നെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ആ കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്നത് ഈ കോളത്തിലെ ഫിഗേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് വരേണ്ടത് ഇങ്ങനെയാണ്. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് y1 + 2y2 ദെൻ y1 + 3y2. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ പൊസിഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ മിനിമൈസേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ > വന്നത്. അപ്പം മാക്സിമൈസേഷൻ കേസ്, അതായത് ഇതിൻ്റെ ഡ്യുവൽ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ആയിരിക്കും. മാക്സിമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സൈൻ വരേണ്ടത് << ആണ്. അപ്പം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി ഡ്യുവൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൺസ്ട്രെയിൻസ് പറയുമ്പോൾ നമുക്ക് വരേണ്ടത് y1 + 2y2 << നെക്സ്റ്റ് y1 + 3y2, അതായത് y1 + 3y2 <<. ഇനി ഈ ഫിഗേഴ്സ് ഏതൊക്കെയാണ് വരേണ്ടത്? അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ദെൻ ദ ഇൻഇക്വാളിറ്റീസ് ഇൻ ദി കൺസ്ട്രെയിൻസ് ആർ റിവേഴ്സ്ഡ്. അത് നമ്മൾ പറഞ്ഞു. ഇൻഇക്വാളിറ്റീസ് ഇൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ > ആകുമ്പോൾ പിന്നെ നമ്മളുടെ ഡ്യുവലിൽ അത് << ആകും. ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് കോൺസ്റ്റൻറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ പ്രൈമലിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്ന ആ കോഎഫിഷ്യൻസ് ആണ് നമ്മുടെ ഇവിടെ ഡ്യുവലിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ വരേണ്ടത് 2ഉം നെക്സ്റ്റ് ഇതിൽ വരേണ്ടത് 3ഉം ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പിന്നെ ഡ്യുവൽ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡ്യുവൽ വരുന്നത് ഇങ്ങനെയാണ്. 10y1 + 24y2 അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ പ്രൈമലിലെ പിന്നെ പ്രൈമലിൽ നമുക്ക് കൺസ്ട്രെയിൻസിൽ നമ്മളുടെ പിന്നെ കൺസ്ട്രെയിൻസിൽ നമ്മൾ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് നമ്മളുടെ ഡ്യുവലിൽ 10y1 + 24y2. മാക്സിമൈസ് Z = 10y1 + 24y2 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദെൻ കൺസ്ട്രെയിൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പിന്നെ കോളമായിട്ട് ഫോം ചെയ്ത് ആ ഫിഗേഴ്സാണ് നമ്മളിവിടെ ഡ്യുവലിൽ കൺസ്ട്രെയിൻ്റ് ആയിട്ട് ഫോം ചെയ്യേണ്ടത്. അതായത് y1 + 2y2 പിന്നെ മറ്റേ അതുപോലെ തന്നെ നമ്മളുടെ സൈനും എന്താകുന്നുണ്ട്? റിവേഴ്സ് ആകുന്നുണ്ട്. മറ്റേടത്ത് > ആകുമ്പോൾ ഇവിടെ << ആണ്. അത് മാത്രമല്ല മാക്സിമൈസേഷൻ വന്നാൽ << ആണ് വരേണ്ടത്. ദെൻ y1 + 3y2 << 3. അതായത് നമ്മുടെ പിന്നെ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വന്നിരിക്കുന്ന കോഎഫിഷ്യൻസ് ആണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എടുക്കേണ്ടത്. ഇനി y1 > 0, y2 > 0. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൈമറിയിൽ നിന്നും ഒരു ഡ്യുവൽ ഫോം ചെയ്യേണ്ടത്. ഇൻ ഓൾ പ്രോബ്ലംസ് ഓഫ് മാക്സിമൈസേഷൻ ഓൾ ഇൻഇക്വാളിറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി << അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഇക്വാളിറ്റീസ് തീർച്ചയായിട്ടും കൺസ്ട്രെയിൻസിൻ്റെ ഇൻഇക്വാളിറ്റീസ് തീർച്ചയായിട്ടും << ആയിരിക്കണം. ആൻഡ് all minimization problems all inequalities must be << minimization ആകുമ്പോൾ തീർച്ചയായിട്ടും കൺസ്ട്രെയിൻസിൻ്റെ ഇൻഇക്വാളിറ്റീസ് > ആയിരിക്കണം. അപ്പോൾ മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ <<, മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ > ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഇൻഇക്വാളിറ്റീസ് അങ്ങനെയല്ല, നമുക്ക് റിക്വയർഡ് സൈൻ, അതായത് മാക്സിമൈസേഷനിൽ << അല്ല തന്നിരിക്കുന്നത്, മിനിമൈസേഷനിൽ > അല്ല തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് വിത്ത് -1. അപ്പോൾ രണ്ട് സൈഡിലുള്ള ഫിഗേഴ്സ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആ ഇൻഇക്വാളിറ്റി സൈൻ നമ്മൾ റിവേഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഹിയർ 2x1 - 3x2 << 5 നമുക്ക് എന്താക്കി മാറ്റാം? -2x1 + 3x2 > -5 ആക്കി മാറ്റാം.
എന്നുള്ളതാണ്. അപ്പം അത് റിവേഴ്സ് ചെയ്യണം, നമ്മുടെ സൈൻ റിവേഴ്സ് ചെയ്തിട്ട് നമ്മളുടെ ഇനീക്വാളിറ്റി നമുക്ക് വേണ്ട ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ്സ് ചെക്ക് another example. Here the primal is maximize z equal to 4x1 plus 2x2 then subject to minus x1 minus x2 less than or equal to minus 3 minus x1 plus x2 greater than or equal to minus 2 x1 x2 greater than or equal to 0. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളുടെ മാക്സിമൈസേഷൻ കേസ് ആകുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻറ്റിൽ വരേണ്ട ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാക്കണം, അതിൻ്റെ സൈൻ നമ്മൾ മാറ്റണം. -1 കൊണ്ട് നമ്മൾ രണ്ട് സൈഡും പിന്നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഒരു പുതിയ ഇക്വേഷനായിട്ട് നമ്മൾ പുതിയൊരു കൺസ്ട്രെയിൻ്റായിട്ട് അത് ഫോം ചെയ്യണം. അപ്പം അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും, അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, -1 ഇൻറ്റു -x1 ആവുമ്പോൾ അത് പ്ലസ് ആയി മാറുന്നു. അപ്പം +x1 ആവും. ഇവിടെ പ്ലസ് ആയിരുന്നത് മൈനസ് ആകും, -x2 ആകും. ഇവിടെ നമ്മളുടെ ഇനിക്വാളിറ്റി കൺവേർട്ടായി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. ദെൻ -2 എന്താകും, +2 ആകും. അപ്പോൾ നമ്മൾ അങ്ങനെ ആ കൺസ്ട്രെയിൻറ്റിനെ മാറ്റി എഴുതുക. എന്നിട്ടാണ് നമ്മൾ ഡ്യുവൽ ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 -x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നായി മാറും. ഇനി നമുക്ക് ഡ്യുവൽ ഫോം ചെയ്യാം. ഡ്യുവൽ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണ് പ്രൈമലെങ്കിൽ ഡ്യുവൽ എന്തായി മാറും, മിനിമൈസേഷനായി മാറും. അപ്പോൾ മിനിമൈസ് z ഈക്വൽ ടു, ഇനി നമുക്ക് വരേണ്ട ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഫോം ചെയ്യുന്നത് നമ്മുടെ പ്രൈമലിൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് ആണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഡ്യുവലിൽ എടുക്കുന്നത്. ഇപ്പം ഇവിടെ -3ഉം 2 ആണ്. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, മാക്സിമൈസ് z ഈക്വൽ ടു -3y1 പ്ലസ് 2y2 എന്നായിരിക്കും. അപ്പോൾ -3y1 എക്സ് എല്ലാം y ആയി മാറും, -3y1 പ്ലസ് 2y2. അപ്പം ഇവിടെ വേണ്ടേ z ഈക്വൽ ടു -3y1 പ്ലസ് 2y2 എന്നായി മാറി. ഇനി നമുക്കിതിൻ്റെ ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യണം. ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്രൈമറിൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിനെ നമ്മൾ ട്രാൻസ്പോസ്, അതായത് ഇതിൻ്റെ കോളം നമ്മൾ റോയാക്കി മാറ്റുന്നു. അങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് -x1ഉം പ്ലസ് x1ഉം ആണ് വരുന്നത്, അതായത് -1ഉം +1ഉം ആണ്. അപ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് -y1 പ്ലസ് y2 -y1 പ്ലസ് y2. പിന്നെ മിനിമൈസേഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വരേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഫിഗർ വരേണ്ടത്. അപ്പോൾ -y1 പ്ലസ് y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് പ്രൈമറിയിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻസ് ആണ്, ദാറ്റ് ഈസ് 4 ആണ്. അപ്പോൾ -y1 പ്ലസ് y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഓഫ് ദി ഡ്യുവൽ എന്ന് പറയുന്നത്. -y1 പ്ലസ് y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ദെൻ അടുത്ത കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോളം ആണ് നമ്മൾ എടുക്കേണ്ടത്, അതായത് -x2 എന്നുള്ളത് -y2 ആയി മാറും. ഇവിടെ നമ്മൾ പുതിയ കൺസ്ട്രെയിൻസ് വെച്ചാൽ മൈനസ് തന്നെയാണ്. അപ്പോൾ ഇത് -y2 ആണ്. അപ്പം -y1 -y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടുത്തെ ഫിഗർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അങ്ങനെയാണ് വരേണ്ടത്. അപ്പം -y1 -y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ അടുത്താണ് -y1 -y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ദെൻ y1 y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈമറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡ്യുവൽ ഫോം ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഓരോ എക്സാമ്പിൾസും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രൈമറിൽ നിന്നും ഡ്യുവൽ ഒന്ന് ഫോം ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ രണ്ടിൻ്റെയും സെയിം തന്നെ ആയിരിക്കും. അതിന് നമ്മൾ സാധാരണ LPP ഫോം ചെയ്യുന്നത് പോലെ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഒരു മെത്തേഡ്, അതായത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഡ്യുവൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക.